അണ്ണാ റിക്വസ്റ്റ് അണ്ണാ പാടിക്കൊടുക്ക്. ആരെങ്കിലും ഈഗിളിനോട് മറ്റേ എന്താണ് മുൾച്ചെടി പാട്ട് പാടാൻ പറയോ? മുൾച്ചെടി പാട്ട് ഏതാണെന്നറിയോ? ഞാൻ കാണിച്ചുതരാം. ഹാനിയ പാടിയ പാട്ടാണ്. ഞാൻ മറ്റേ നമ്മളെ വീഡിയോയിലിട്ട പാട്ട്. അത് പാടാൻ പറയോ? പക്ഷെ ഈഗിൾ ഈ മുൾച്ചെടി പാട്ട് പാടണം എന്ന് എനിക്ക് കേൾക്കണം എന്നുണ്ട്. ഈ പാട്ട് ഹാനിയ പാടിയ മുൾച്ചെടി. എന്താടാ പറയണേ? തെറ്റായിട്ടല്ലേ പറയുന്നത്? ഈഗിളിന് പിന്നെ പുഷ്പൻ എന്നാണോ പുള്ളി പറയണേ? പുള്ളിക്കാരി പറയണേ ഇങ്ങനെ പറയണം. ആണോ? അപ്പൊ അച്ഛനെ ഇങ്ങനെയാണ് വിളിക്കുന്നത് നീ വീട്ടില്? ആണോ? ആണോ? അല്ല പിന്നെ അപ്പൊ ഈഗിൾ എന്നുള്ളത് ഈഗിൾ എന്ന് പറഞ്ഞ പോരെ? അല്ല പിന്നെ പാടിയടാ. എനിക്കത് അറിഞ്ഞൂടാ, പാട്ടൊക്കെ അറിഞ്ഞൂടാ. ഇവിടെ 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 എന്റെ അവള് ചോദിച്ചിട്ട് ഒരു പാട്ട് പാടി കൊടുത്തിട്ടില്ല ഇതുവരെ. എന്റെ തൊണ്ട വയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതായിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇത് പാടിക്കൊടുത്താ ഇന്ന് ഡിവോഴ്സ് ഉറപ്പാണ്. ജനിക്കുന്ന കുഞ്ഞിനെ പോലും കാണാൻ സമ്മതിക്കൂല അവിടെ. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട അതില്. ഞാൻ പഠിക്കാം ഉറപ്പായിട്ടും. പാട്ട് പഠിക്കാം. ചൂടെടുത്തിട്ടിരിക്കാനും നീ ഇത് കണ്ടോ? പൈസയുണ്ട്, നമുക്കിത് രണ്ടാക്കി നോക്കാം. പൈസയും എടാ വേറെന്തോ രണ്ടായടാ. എന്തോ വേറൊന്നും ഇല്ലല്ലേ? എന്തടാ എന്റെ പൊന്നടവ് രണ്ടണ്ടി. വേറെന്തോ രണ്ടായെന്നറിയാ. 91 missed call from dad. What was that? അതെന്തോടെ പോയത്? ബൈക്കളിയാ അളിയ, അതിന്റെ ബ്രേക്ക് ലൈറ്റിന്റെ റേസ് ആണ് ഈ കാണുന്നേ. അതന്നെ, വേറെ ലൈറ്റ്, വേറെ ബൈക്ക് പറന്നു പോയിരിക്കുന്നു. എന്റെ പള്ളി, അത് ഏത് വണ്ടിയത്? ബൈക്ക്. ഓ, ഞാൻ ഓർത്തൊരു കണ്ടെയ്നർ ലോറി വിത്ത് മറ്റേ ഷിപ്മെന്റ് കൊണ്ടുപോയിരിക്കും. കുറച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ ആയിട്ട് നിറച്ച ലോഡോടെ ഒരു വണ്ടി പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബൈക്കാണെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എനിക്ക് കാര്യം മനസ്സിലായത്. You see that poor kid begging for food. I want you to go to help him. Why you telling me? You are the God. Can't you help him directly? Sorry. Want some cookies? My favorite. There you go. Where are my hands? You can still eat the cookies. How can I eat without my hands? Can you eat with your mouth directly? See. So you have a mouth. You still need hands to help feed yourself. Oh, yende ammo. Endu kandada. Likewise, third, I am the God. I still need you to help feed. I hope you help. എവിടുന്ന് കിട്ടുന്നടേ പുള്ളിക്കൊക്കെ ഇങ്ങനത്തെ കണ്ടന്റ് ഐഡിയ? എന്റെ പൊന്നോ, സമ്മതിക്കണം കേട്ടോ. വിഷയം പുള്ളിയുടെ കണ്ടന്റ്സ് എല്ലാം ഭയങ്കര കിടിലമാണ്, ഭയങ്കര കിടിലം. പക്ഷെ ലൈക്ക് പുള്ളി ശരിക്കും ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കേണ്ടത് പുള്ളിയാണ്. പുള്ളി കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണുണ്ട്.
ഇവിടുത്തെ മറ്റേ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യണ ഫാമിലികളൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ നോക്കുമ്പോ ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് കിട്ടണ്. അതെങ്ങനെയാണെന്നാ ഞാൻ മനസ്സിലാകണേ. സത്യളിയാ ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് എങ്ങനെയാ കിട്ടണേ? ഇൻഫ്ലുവൻസർ അവാർഡാ? ഫാമിലി വ്ളോഗർ അങ്ങനെയൊക്കെ പറഞ്ഞ അവാർഡ് കൊടുത്താൽ ഓക്കെയാണ്. ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസർ അവാർഡ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം നമുക്കാണെങ്കിലും നമ്മളാരും എന്റെ അഭിപ്രായത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഗെയിമിംഗ് സ്ട്രീമർ അങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയ സന്തോഷമാണ്. ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ ഭയങ്കര ശോകമാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇവർക്കൊക്കെ കിട്ടണേന്നാണ്. രഘുല എന്റെ ഒരു ഗെയിം ഉണ്ട്. കളർ പ്രഡിക്ഷൻ അല്ല, വാണം പ്രഡിക്റ്റ് ചെയ്യണം. നമ്മളൊരു വാണത്തിന് തീ കൊടുക്കും. ആ വാണം മേലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മേലോട്ട് പോവോ താഴോട്ട് പോവോ അത് പ്രഡിക്റ്റ് ചെയ്യണം. വാണം മേലോട്ട് പോയാൽ നമ്മൾ ഇട്ട പൈസയുടെ ഇരട്ടി. വാണം താഴോട്ട് പോയാൽ വാണം താഴോട്ട് പോയാൽ അത് നമ്മുടെ വായില്. അതാണ് കളി. കളിക്കാൻ താല്പര്യം ഉണ്ടോ? ഈ വാണ പരിപാടിക്ക് ഞാനില്ല. ഞാനും പ്രൊമോട്ട് ചെയ്യാൻ പോണ ഇതൊക്കെ. ഞാനിതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പോണ്. ഞാനും ഇവരുടെ ഒക്കെ കൂടെ കിക്കിന്റെ ഒക്കെ കൂടെ ചേർന്ന് ഞാൻ പോണ കേട്ടാ. ഞാൻ നല്ല കിടിലൻ ഗെയിംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. നാളെ തൊട്ട് എന്റെ ലൈവില് സ്ക്രീനില് ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം പ്രൊമോഷൻസ് ഉണ്ടാവും. ഞാൻ ചെയ്യുവേട്ടാ. 8K ഗെയിമിങ്ങോ? 8K, $8,000 TV. And this is the most maxed out PC that I could 3 ഗ്രാഫിക്സ് കാർഡോ? ഇത് possibly make. You guys already know where this is 4090. going. I had to make like a custom resolution. 7680 by 4320 at 120 hertz. Absolutely. PC യെ പറ്റി അറിയാവുന്ന ആർക്കെങ്കിലും ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ 2 ഗ്രാഫിക്സ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിൽ ഈ 2 ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് ഒരേ സമയം ഒരു GPU അല്ല സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ 2 GPU വെച്ചാൽ ഒപ്പം സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു GPU യൂസ് ചെയ്യാം, മറ്റേതിന് വേറൊരു GPU യൂസ് ചെയ്യാം. അങ്ങനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഗെയിംസിനൊരു GPU ഇതിനൊരു GPU അങ്ങനെയാണോ ചെയ്യണേ? ഗെയിമിനൊന്ന് സ്ട്രീമിനൊന്നായിരിക്കോ? അങ്ങനെയാണോ ചെയ്യാൻ പറ്റണേ? വേറെ മോണിറ്ററിന് വേറെ GPU, നമ്മുടെ മോണിറ്ററിന് ഈ GPU അങ്ങനെ കോൺഫിഗ് ചെയ്യാന്നോ? ഒന്ന് ഡിസ്പ്ലേ ഓപ്ഷന് വേണ്ടിട്ട് വെക്കാം. And on top of that, to get both 4090s to work together, I had to download this software that tricked the PC into thinking that this is 2 separate monitors. Hey, there's nothing else left to do. Let's play some games. There's only one game I know that upscales to 8K that well. It's Call of Duty. Oh my gosh. Nah, this 8K resolution is about to be stupid. Everything's on high, so the absolute max you can do. This thing is 100% gonna crash. I ain't scared. Yo! This is the crispiest gameplay I've ever seen. I'm like this close and I can't see a pixel. Not to mention maxed out, we're getting 70 frames. Dual 4090s is crazy. Real quick, let's see how many frames we. ഇതിന്റെയൊക്കെ മുമ്പിൽ ഇരുന്ന് കളിച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. 8K റെസൊല്യൂഷനില് ഹൈയില് ഇത് സ്ട്രീമും കൂടി ഇട്ടാ സ്പോട്ടില് സ്ഫോടനം സംഭവിക്കും. ഞാനൊക്കെ ഇവിടെ ലൈവ് ചെയ്ത ഒരു സൗണ്ട് കേൾക്കും, അപ്പൊ തന്നെ നിങ്ങൾ ആംബുലൻസിനെ വിളിച്ചോണം. മനസ്സിലായി? അല്ലാതെ നടക്കൊന്നുമില്ല. ഇത് പൊട്ടിത്തെറിക്കും ഇതൊക്കെ. 8K റെസൊല്യൂഷനില് ഇത്രയും മാക്സ്ഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ ഉള്ള കറന്റ്ലി ഉള്ള കാർഡ് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 4090 ഞാൻ ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് 4K സ്ട്രീം ചെയ്തിട്ട് എന്റെ ഇത് ഇല്ലാണ്ടായി. സത്യം പറഞ്ഞ എന്റെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാണ്ടായി. കളിച്ച് തീർത്തില്ലെങ്കിൽ അടിച്ചു തിരി. പിന്നെ എടാ ഞാനും നീയായിട്ടൊരു ബന്ധവും ഇല്ല രഘുലേ. ഗൈസ് ഇന്നലെ 4000 രൂപയ്ക്ക് ഇവന് ഗെയിം മേടിച്ചു കൊടുത്ത്, ബ്ലാക്ക് മിത്ത് ഹൂക്കോങ്. ഞാൻ മേടിച്ചു കൊടുത്തതിന്റെ കണക്ക് പറയല്ല, അത് മേടിച്ചു കൊടുത്തിട്ട് അത് ഇതുവരെ അതിന് ഫസ്റ്റ് ബോസിനെ അടിച്ച് തീർത്തരും. 2 ബോസിനെ എന്തോ അടിച്ച് എന്നിട്ട് അവിടെ നിർത്തിയേക്കാം. നീ അത് ലൈവ് ഇട്ട് കളിക്കണം, ലൈവ് ഇട്ട് കളിച്ചു തീർക്കണം. ലൈവ് ഇട്ട് കളിച്ചു തീർത്തില്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടത്തേ ഇല്ല പിന്നെ ജീവിതത്തിൽ. POV ഇളയരാജ ലൈവ്. When the orchestra starts playing the violin. அவ்வளவுதான். ஓ பண்ணிக்கோ. நானும் பின்னாடி சுத்துறேன். நானும் உன்னை பார்த்து பிடிச்சிருக்குன்னு சொன்னேன். நானும் தொலை சாஞ்சி அழுத. ஓடி. பேசாத. விட்டது போதும். அழாதே. ஓ
हमें बड़े संतोष पाए बोले ओ എന്റെ അമ്മോ ലൈവായിട്ട് വായിക്കാൻ അയ്യോ അതൊക്കെ ലൈവ് ഇപ്പൊ ഉള്ള പിള്ളേർ അല്ല, ഇത് അറിയാവോ? അല്ലടാ, ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് വേടന്റെ ഒരു റീല് കണ്ടായിരുന്നു ഞാൻ. അതായത് കലാപമണിയൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെ ഒക്കെ ഒരു കൺസേർട്ട് ഒക്കെ നടക്കണമെന്ന് ആലോചിച്ച് നോക്കാൻ. സത്യമല്ലേ, കേരളമൊക്കെ കത്തുമല്ലേ ഈ ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ ഇതാക്കണത് പോലെ ഒന്ന് നോക്കി. കലാപമണിയുടെ നാടൻ പാട്ടുകളൊക്കെ മറ്റേ കൺസേർട്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞുള്ള ഒരു ഇത്, എന്റെ അമ്മ മറ്റേ സ്റ്റേജും ഡിസ്പ്ലേയും മറ്റേ ക്രൗഡ് പോയോ ആലോചിക്കാൻ തന്നെ വയ്യ എനിക്ക്. അമ്മോ സത്യമല്ലേ, എന്തോരം പാട്ടുണ്ട് പുള്ളിയുടെ. അത് അവര് പറയണ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാനത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു അത് എങ്ങനെയായിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് സത്യം പറഞ്ഞ. കോൺസേർട്ടിനാണോ പറയണേ? കോൺസേർട്ട് എന്നല്ലേ പറയണേ? എന്താണ് അത്? കൺസേർട്ട് ആണോ കോൺസേർട്ട് ആണോ? കോയിൻസിഡൻസാ? കോൺസേർട്ട്. ബുദ്ധിയില്ലാത്ത ആണുങ്ങളോട് നമ്മൾ അധികം സംസാരിക്കരുത്. അപ്പോഴേ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കണം ഇവനെയൊക്കെ. മോഹൻലാലിന്റെ ഹലോ അണ്ണാ. ഓ രായ പുതിയ സെർവർ കണ്ടുപിടിക്കണ്ടേ രായ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചിരിച്ച അണ്ണന്മാരൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സെർവർ കണ്ടുപിടിക്കാ രായ. അയ്യോ. Once they underestimated his acting skills and now he is one of the best in the entire nation. Mohanlal's friends sent the photo to the audition and he got selected. മോഹൻലാലിന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇദ്ദേഹത്തിന്റെ കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓഡിഷന് വിളിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ 4 പേരായിരുന്നു ജഡ്ജസ്. 2 ഡയറക്ടർമാർ ഇദ്ദേഹത്തിന് 100-ൽ 5 മാർക്കോ 6 മാർക്കോ കിട്ടി. അതായത് ഇദ്ദേഹം ഒട്ടും ശരിയാവത്തില്ല, ഈ മോന്ത വെച്ചോണ്ട് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ ഫാസിൽ സാറും ജിജോയും 96-ഉം 97-ഉം മാർക്ക്. അങ്ങനെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കും. 2000 രൂപയായിരുന്നു അദ്ദേഹത്തിന് റെമുനറേഷൻ. ആ പൈസ ഒരു അനാഥാലയത്തിന് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. സീൻ സത്യടാ. എന്നാലും ആദ്യത്തെ സാലറി ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന പൈസയൊക്കെ കംപ്ലീറ്റ്ലി ഒരു അനാഥാലയത്തിനൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞല്ലേ. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. സത്യം സത്യം സത്യം. നീ എന്താ ക്ലാസ്സിൽ വരാൻ ഇത്ര ലേറ്റ് ആവുന്നേ? ടീച്ചർ ഒരു സമയമുണ്ട്, ആ സമയത്തെ വരാൻ പറ്റത്തുള്ളൂ, മനസ്സിലായ? നേരത്തെ ഒന്നും വരാൻ പറ്റത്തില്ല. സമയം ആ കൃത്യനിഷ്ഠ, ആ ഒരു സമയത്തെ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ 10 മണി എന്ന് പറഞ്ഞാൽ 10:30 കഴിയും കേട്ടാ. അതങ്ങനെയാണ്, നമ്മൾ ഇത്രയും നാളായിട്ടുള്ളവരെ അറിയാമല്ലോ. 10 മണി എന്ന് പറഞ്ഞാൽ 10:30 ആവും, 10:30 എന്ന് പറഞ്ഞാൽ 11 മണിയാവും, 9 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റീലിലൊക്കെ കണ്ട് നേരെ ഒന്ന് ടീച്ചർമാരുടെ തിന്മാരി കോണയൊക്കെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് അടിച്ച് കിട്ടും. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ കിട്ടും, അമ്മയുടെ കിട്ടും, പിന്നെ ആകെ ഇതാവും. PTA മീറ്റിങ്ങിന് പണ്ണും, ഇതെല്ലാം കിട്ടും. അല്ലാതെ ഇതൊക്കെ റീൽസിൽ കാണാൻ കൊള്ളാം. ഇത് ലൈവ് വരുന്ന കാര്യമാണ് അവൻ പറയണത്. ഇതും കണ്ട് സ്കൂളിൽ ചെന്ന് മെസ്സിറക്കാൻ നിന്നാൽ നല്ലത് കിട്ടുമെന്നല്ലാതെ TC അത് പറഞ്ഞു വിടും. വേറെ സ്കൂൾ കണ്ടുപിടിക്കേണ്ടി വരും. കോളേജിലും ഇത് തന്നെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് റീൽസ് കാണുക, ചിരിക്കുക, വിടുക. ഗ്യാങ് വർക്കുകൾ അപ്ഡേറ്റ് ഗ്യാങ് വർക്കുകൾ അപ്ഡേറ്റ് ചോദിക്കണ് എന്നത്തേക്ക് നടത്താം? അണ്ണാ ഗാങ് വെഹിക്കിളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. താഴെ റോക്സിനെ കണ്ടില്ലേ? വണ്ടിയുടെ പണി കഴിഞ്ഞല്ലോ, മറ്റേ ഇതെല്ലാം നടന്നുള്ളൂ. വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് വീഡിയോ ഉണ്ട്, പിന്നെ ഇതും ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. സ്വർഗരാജ്യത്തിൽ ചോദിച്ചോ? ഇപ്പൊ സാധനങ്ങളൊക്കെ കേറ്റാൻ പറ്റുമെന്ന് പറഞ്ഞോ?
ആ അത് മറ്റേ കാര്യം സംസാരിക്കണം, നമുക്ക് ആ സംസാരിക്കാനുള്ള. അത് സംസാരിക്കാം ഇന്ന് ഞാൻ ലൈവ് ആയിട്ട് വന്ന് സംസാരിക്കാം നമുക്ക്. ആ ബാക്കി എല്ലാം സെറ്റ് ആണ്, അവര് എല്ലാം ഓക്കെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓൾ സെറ്റ്. നാളെ തന്നെ എവിടെയൊക്കെയാണോ എന്തോടാ? റോക്സ് താഴെ ഇരിപ്പുണ്ട്, വേണം വലിക്കണോ? ഓ റക്സിനെ വിളിക്ക്. കെവിനെ റോക്സേ കേക്കാവോ? റോക്സ് ഒക്കെ വഴിവെട്ടി ഓടി. റോക്സേ ഉണ്ട്. ഹലോ റോക്സേ, ചെറിയ റോക്സിന്റെ അപ്ഡേറ്റ് എത്ര പെർസെന്റേജ് എന്ന് മാത്രം പറഞ്ഞാ മതി. എന്തായി? ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. 80% കഴിഞ്ഞല്ലേ? ഓ ഞാൻ ഇപ്പോഴും ഉറപ്പായിട്ട് പറയണ, നിങ്ങള് ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വെക്കണതല്ല, എല്ലാം കൈകൊണ്ട്. ഇപ്പൊ ഒരു സ്പൂൺ ആയാൽ പോലും ആ സ്പൂണ് ഡെവലപ്പ് ചെയ്ത് പണിഞ്ഞതാണ് അതിന്റെ അകത്ത് വെച്ചേക്കണത്. ഒരു സ്ഥലത്ത് നിന്ന് ഡീറ്റെയിൽ ലൈക്ക് വെച്ചിരുന്ന ഒരു സാധനത്തിന് എടുത്ത് റീപ്ലേസ് ചെയ്ത് വെക്കുന്നതല്ല. വണ്ടി ആയിക്കോട്ടെ, മോഡലിംഗ് ആയിക്കോട്ടെ, നമ്മൾ എന്തൊരു കാര്യം ആ പരിപാടിയിൽ വരുന്ന എല്ലാ ഇവന്റിലുള്ള പരിപാടി സ്വന്തമായിട്ട് ഇവനും ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടി പണിഞ്ഞ സെക്കൻഡ് ഇവർ രണ്ടും കൂടി നിന്നിട്ടാണ് ഇത് രണ്ടും ചെയ്യണത്. വണ്ടി ഓരോ ഉറപ്പ് വരാം. ഇത് GTA 5 പ്രോപ്സ് സാധനങ്ങളൊന്നും നമ്മൾ റീയൂസ് ചെയ്തിട്ടില്ല, എല്ലാം കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഓ ഇതെനിക്ക് ഒരു പറ്റുന്നത് തരണം കേട്ടാ. ഞാൻ സീരിയസ് ആയിട്ട് പറയാ, എന്റെ ലൈഫില് ഞാൻ പറയാം, ഞാൻ ചെയ്തതിൽ ഏറ്റവും ബീസ്റ്റ് സാധനം, അത്ര എനിക്ക് പറയാനുള്ളൂ. ബീസ്റ്റ് മോഡാണോ? ബീസ്റ്റ് ആയിരിക്കും അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അത് അത്രേ ഉള്ളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ച്, ഞാൻ ഇത്രയും ടൈം എടുത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത്രയ്ക്ക് രീതിയിൽ റിവീൽ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഡേ ബീസ്റ്റ് ആയിരിക്കും. ഓ സെറ്റ് അത് മതി. വണ്ടി ഇതുപോലെ തന്നെയാണ് കേസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ നമ്മള് കൊണ്ടുവന്ന വണ്ടികൾ പോലല്ല, ഒരെണ്ണം പോലും നമ്മൾ റിസോഴ്സ് ഡൗൺലോഡ് ചെയ്തോ ഈ പറയണത് പോലെ മറ്റേ പ്രീ വണ്ടി മേടിച്ചിട്ട് അതിൽ നിന്ന് പണിഞ്ഞു തുടങ്ങിയതല്ല. വണ്ടിയുടെ ഒരു നട്ടും ബോൾട്ടും തൊട്ട് എൻഡ് ഓഫ് ദ വണ്ടി നമ്മൾ കാണുന്നത് വരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഇവര്. അപ്പൊ ഗ്യാങ് ഡ്രസ്സും കഴിഞ്ഞില്ലേ? ഗ്യാങ് ഡ്രസ് കഴിഞ്ഞല്ലോ. ഹലോ പോയോ? അത് കഴിഞ്ഞു ബ്രോ, ഇല്ല കഴിഞ്ഞല്ലോ. ഓക്കെ ബ്രോ. അപ്പൊ താഴെ പണിയെടുത്തോ ഞാൻ അങ്ങോട്ട് വരാം. പറയടാ വറ്റുകൂക്ക് പറ. ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് നോക്കിയിട്ട് വരാം. ഒരു 15 നിങ്ങൾ ഒരു കിലോ വിലക്ക് അപ്പോഴത്തേക്ക് ഞാൻ വരാം. രായ ഇത് കഴിഞ്ഞല്ലോ. നമ്മുടെ ഡ്രസ് അണ്ണ ഞാൻ പറയാം, ഗ്യാങ് ഹൗസ് ഒഴിച്ച് ബാക്കി എന്താണ് ഗ്യാങ്ങിന് ആവശ്യമുള്ള അതെല്ലാം ഉണ്ട്. മനസ്സിലായോ? ഗ്യാങ് ഹൗസിന്റെ അപ്ഡേറ്റ് ഒഴിച്ച് ഒരു ഗ്യാങ്ങിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഗ്യാങ് ഹൗസ് ഓൾറെഡി ഇല്ലേ? അങ്ങനെയല്ല, ഞാൻ ഗ്യാങ് ഒരു അപ്ഡേറ്റ് ഇല്ല എന്ന് വെച്ചാൽ പുതിയതായിട്ട് പണിയുന്നില്ല. ഗ്യാങ് ഹൗസിന് ചേഞ്ചസ് ഒന്നും ഇല്ല. ഒരു ഗ്യാങ് ഹൗസ് ഒഴിച്ച് ബാക്കി എല്ലാം ന്യൂ ലെവലിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. മനസ്സിലായ? രായനൊരു കൺവിൻസിങ് സ്റ്റാർ ആയി മാറി കഴിഞ്ഞു നമ്മുടെ ചാറ്റിൽ. ഇപ്പൊ ഇത്ര പേരുടെ മുമ്പിൽ രായൻ ഒരു 9,500 പേരെ ഇപ്പൊ കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് രണ്ടുപേരെ രായൻ കൺവിൻസ് ചെയ്തു. അല്ല ഞാൻ പറയട്ടല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? എനിക്ക് നിന്റെ ഇവന്റ് നീ ടിവിയുടെ ഇവന്റ് മാനേജറാണ്. നീ ടിവിയുടെ മെയിൻ ഇവന്റ് മാനേജറാണ്. നീ നടത്തിയ ഇവന്റുകളാണ് ടിവിയുടെ റിമാർക്കബിൾ ഇവന്റ്സ് അല്ല. അത് ഞാൻ ഉറപ്പായിട്ട് ഇപ്പോഴും പറയും. അത് ഞാൻ എവിടെയും പറയും. നീ ഏറ്റെടുത്ത് നടത്തിയ ഇവന്റ് മാത്രമേ ടിവിയുടെ 100% സക്സസ്ഫുൾ റേറ്റ് ഉള്ള ഇവന്റ്സ് ഉള്ളൂ. അതിലെനിക്ക് വിശ്വാസമാണ്. പിന്നെ അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അത് ഓഡിയൻസിന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. അതെ അപ്പൊ നമുക്ക് അധികം ഡിലേ ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കേട്ടോ. ഇത് 80 പറഞ്ഞില്ല, ഇനി ഒരു 20 കൂടിയേ ഉള്ളൂ. അത് എന്താണ് ഇത്രയും ടൈം എടുത്തെന്ന് ആ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓഡിയൻസിന് മനസ്സിലാവും, അണ്ണനും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇതുവരെ നിങ്ങൾ രാനോട് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ എനിക്ക് ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വണ്ടിയും കാണണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടില്ല. അതിന്റെ പണി കഴിഞ്ഞ് കുറെ ദിവസം ഞാൻ ഇതുവരെ കണ്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ കൂടെ എനിക്ക് കണ്ടാൽ മതിയെന്നാണ് എനിക്ക് ആഗ്രഹം. ടിവിയിൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഞാൻ പറയാം, ടിവിയിൽ കണ്ടിട്ടുള്ള ഞാന്, ബുലാന്, പിന്നെ സുനി, ഈ 3 പേര് മാത്രമേ എല്ലാ അപ്ഡേറ്റും കണ്ടിട്ടുള്ളൂ. ടിവിയിൽ വേറെ ഒരാൾ പോലും ഒരു ഇത് പോലും കണ്ടിട്ടില്ല. അപ്പം
എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാവരും ലൈവ് ഇട്ട ആ റിയാക്ഷൻ എനിക്ക് മനസ്സിലായി. എനിക്ക് അതാണ് സന്തോഷം. എല്ലാരും ആ റിയാക്ഷൻ, ഓഡിയൻസിന്റെ റിയാക്ഷൻ, നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും റിയാക്ഷൻസ് എനിക്ക് കാണണമെന്നുണ്ട്. അതാണ് എന്റേതായിക്കോട്ടെ റോക്സിന്റെ ആയിക്കോട്ടെ എല്ലാരും ഇത് ആഗ്രഹം. അതാണ് സത്യം പറഞ്ഞത്. ഓ സെറ്റ് എല്ലാരും റിയാക്ഷൻ സെറ്റ് ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ നമുക്കപ്പം നോക്കാം. ഉണ്ണിക്കണ്ണൻ മംഗളട, ഉണ്ണിക്കണ്ണൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ. എന്താ പണിക്ക് വെക്കൂടെ, എന്തിനങ്ങനെ ഇത്തണം, എന്തിനങ്ങനെ ഇത്തി ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞാലും അവൻ പണിയെടുക്കും, കൊണ്ടുവന്ന് തരും, ഞങ്ങള് നന്നായിട്ട് നോക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ എന്ത് റിവാർഡാണ് പുള്ളിക്ക് കിട്ടാനുള്ളത്? ഒന്നും പറയാനില്ല. പലവരും പല രീതിയിലും പറയുന്നൊക്കെ ഉണ്ട്. അതൊന്നും ഞമ്മ ചെവിക്കൊള്ളണ്ട. അവനൊരാഗ്രഹമല്ലേ, അവന്റെ ആഗ്രഹത്തിൽ അവന്റെ ഇഷ്ടം പോലെ പോട്ടെ. വേറെ എന്റെ അമ്മോ, മോനെ കുറിച്ച് അവൻ സമ്പാദിക്കുന്നുണ്ട്, വീട്ടുകാരെ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പേരൻസ്. അതുപോലെ തന്നെ അവന്റെ ഇഷ്ടത്തിന് അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ പോട്ടെ എന്ന് പറയുന്ന അച്ഛനും അമ്മയും. ഇതിൽ കൂടുതൽ എന്തുവാണ് അവന് വേണ്ടെന്ന്? ബാക്കി നമ്മൾ ഈ പുള്ളിയുടെ ചാറ്റിൽ പോയി തെറി വിളിക്കുന്ന 3-1 ഒരാൾക്ക് ഇത് 2 പോലും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു മോറൽ സപ്പോർട്ട് പോലും വീട്ടിൽ നിന്ന് കിട്ടാത്ത ആൾക്കാരായിരിക്കും. അവന്മാരായിരിക്കും അതിനകത്ത് പോയി കോണ പറയണേ. സത്യമല്ലേ? വൃത്തികേടായിട്ടൊന്നുമില്ല. ഒരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുക, വീടി വലിക്കുക, കള്ളു കുടിക്കുക, അങ്ങനെ ഒരു വൃത്തികേട് എന്റെ മോനായിട്ട് പറയല്ല. അങ്ങനെ ഒരു വൃത്തികേട് ഇതിന്റെ പേരിലില്ല. അത് ഇവിടെ നാട്ടിൽ, ഇവിടെ നമ്മുടെ ഈ പരിസരം എല്ലാവർക്കും അറിയാവുന്ന. പാവടാ. നിങ്ങക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഓണം RP ചെയ്തതിന്റെ അന്ന് കണ്ണാപ്പി പുള്ളിയെ വെച്ചൊരു RP ക്യാരക്ടർ കൊണ്ടുവന്നപ്പം അന്ന് ഞാൻ പുള്ളിയെ പറ്റി ഒരു കാര്യം പറഞ്ഞായിരുന്നു. എനിക്ക് അന്നൊന്നും പുള്ളിയെ കാണുമ്പോൾ വിഷമം. എന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ തോന്നിയിട്ടുള്ളൂ, പുള്ളിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണേന്ന്. അന്നത്തെ ലൈവിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഓണത്തിന്റെ RPക്ക്. നിങ്ങളത് കണ്ടാൽ മതി. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് എന്റെ ബോട്ടം ഓഫ് ദ വേർഡിൽ എനിക്ക് തോന്നിയ കാര്യമാണ് പുള്ളിയുടെ ആഗ്രഹം. ഒരു സീനെങ്കിൽ ഒരു സീൻ അത് നടക്കട്ടെ. പ്യുവർ സോൾ. സത്യമാടാ, സത്യം. ഇതെന്താ വിസ ബാർക്കയാ? ഇതെന്താ വിസയാ? ഇതെന്തൊരു സാധനം? വിസ്ക ബാർക്കയാ? ഇതൊക്കെ എന്തിരണ്ടി? എന്തിനാ പറയണേ? ഹലോ അതെന്തോ സാധനം? ഫുട്ബോള്? എടാ നീയൊക്കെ മണ്ടന്മാരാണടാ. ഞാൻ ഫുട്ബോൾ കാണാറില്ലടാ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇവിടെ വന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങളൊക്കെ വിചാരിക്കും ഇതാണ്. ഞാൻ ഇത് കാണാത്തൊരുത്തനാ. എൻ്റെ അടുത്ത് ഇത് വന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിതൊന്നും മനസ്സിലാവാത്ത ആളാണ്. ഞാൻ ഫുട്ബോൾ കാണാറില്ല. ഞാൻ മെനഞ്ഞാന്ന് എല്ലാവരും ISLന് ഭയങ്കര ഹൈപ്പൊക്കെ തന്ന് ഞാൻ ഇരുന്ന് കണ്ട്. ഞാൻ ചെന്നപ്പോൾ ഞാൻ കളി കണ്ടപ്പം 1-0 ആയിരുന്നു. 1 ബാംഗ്ലൂരും 0 കേരളം. ഞാൻ കളി അങ്ങോട്ട് പ്ലേ ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോൾ ക്യാമറ ഒക്കെ ഭൂമിയിലുക്കും പോലെ കുലുങ്ങണ്. അപ്പോ ഉണ്ടാ കേരളം ഗോൾ അടിച്ച് 1-1 ആയി. എന്നാ പിന്നെ ലൈവ് അല്ലല്ലോ, ഇരുന്ന് കളി കാണാമെന്ന് വിചാരിച്ച് പ്ലേ ചെയ്ത് ഒരു കളി അങ്ങോട്ട് കണ്ടോണ്ടിരുന്നു. അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻജോയ് ചെയ്തൊരു കളി അങ്ങോട്ട് കാണാൻ പോയതും പടയെന്ന് തോറ്റ്. സ്റ്റേഡിയത്തിലൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാരും ഇതായിട്ട് പോണ്. എന്റെ അവസ്ഥ അതോടെ പോയി. ഇനി അടുത്ത കളി വരുമ്പോ കാണാം. അടുത്ത് ഞാൻ പയ്യെ ആദ്യം നമ്മുടെ നാട്ടിലുള്ള ചെറിയ ലീഗുകളൊക്കെ കണ്ട് ഞാൻ വലിയ ലീഗിലോട്ടൊക്കെ വരാം. വിഷയം. നീ ഫുട്ബോൾ ആണോ? ഞാൻ ഇപ്പൊ കാണാറില്ലേ. അല്ല നേരത്തെ കാണുമായിരുന്നോ? ഫസ്റ്റ് എപ്പോഴെങ്കിലും അല്ല നീ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നോ? ഞാൻ കളിക്കാറുണ്ടോ? എനിക്ക് അല്ല നീ ടീമിൽ കയറാൻ നിന്നല്ലേ? ഒരു 10 ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞു. അറിഞ്ഞൂടാ. എടാ നീ മറ്റേ ഫുട്ബോൾ ടീമിൽ കയറായിരുന്നേന്ന് പറഞ്ഞേ. അടിച്ചു പോയി. എന്നോട് പറഞ്ഞാണ് അവന് ചന്തയിൽ ചെരങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കേണ്ടവനായിരുന്നു. അവന്റെ ചന്തയിൽ ചെരങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ ഇന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കേണ്ടതാണ് അളിയ. ഞാൻ പരിചയപ്പെട്ട സമയത്ത് എന്നോട് പറഞ്ഞതാ. കണയാടി അണ്ണാ. സയൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ട്രൂ ഫ്രണ്ട്. shawarma khana when I eat shawarma without friends. अच्छी बात है, लेकिन दोस्तों को छोड़ के अकेले shawarma खाना ये तो सही नहीं है.
ശുഭരാത്രി. ഇതെന്താ ഇതെനിക്ക് മനസ്സിലായില്ല. ഷവർമേണ്ടത് ഷവർമേനെ മനസ്സിലായില്ല? ഇല്ല. നിനക്ക് ഈഗിളിനെ ബുദ്ധി മനസ്സിലായി. ഇല്ലടാ. ഇല്ല ഈഗിളിനെ മനസ്സിലായി. എക്സ്പ്ലെയിൻ. എടാ എന്താന്ന് പറഞ്ഞാ ഇത് കണ്ടാ ഇല്ല ഒന്നിനെ കാണണ്ട. അല്ല ഇവിടുന്ന് പറഞ്ഞുതരാം. അല്ല ഞാൻ ഡ്രാഗ് ചെയ്യുന്നേ ഉള്ളൂ. വെൻ ഐ ഈറ്റ് ഷവർമ വിത്തൗട്ട് ഫ്രണ്ട്സ്, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലാത്തപ്പം ഷവർമ കഴിക്കുന്ന സാഹചര്യം. ഹിന്ദിയിൽ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായി? അത് എനിക്ക് മനസ്സിലായി. ഹിന്ദിയിൽ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായി ഈഗിളിന്? എടാ ഹിന്ദി പിന്നെ നിനക്ക് അറിഞ്ഞൂടെ എത്ര നാളായിട്ട്? ഈഗിൾ അറിയാവോ? അടുത്ത വീഡിയോ ലൂപ്പ്. ഈഗിൾ ബ്രോ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്നു മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട്. എന്റെ കാർഡ് ഡിക്ലൈൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല വേണ്ടി പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കിയടാ. ഞാൻ അയച്ചു കൊടുക്കാൻ 350 രൂപ. 300 രൂപ ഞാൻ അയച്ചു കൊടുത്തോളാം. വേറെ ആർക്കാ പറ്റുമോ നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മളെ കായംകുളത്ത് നടന്ന ഒരു ഇടി ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ പുറകെ കൊണ്ടുവന്ന് ഈ കാറ് കൊണ്ടിട്ട് ഇടിച്ച്, ഈ കാറിന്റെ പുറകെ കൊണ്ടുവന്ന് ഈ KSRTC ഇടിച്ച്, പഞ്ചിന്റെ പുറകെ പോയി ഒരു പഞ്ച്. അതല്ല വിറ്റ്. ഇനി വിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇനിയാണ് വിറ്റ് വരുന്നത്. ഈ KSRTC പുറകെ കൊണ്ടുവന്ന് ഈ വണ്ടി ഇടിച്ച്, കണ്ടില്ലേ, ഇടിച്ച് കയറ്റി വെച്ചേക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ പുറകെ കൊണ്ടുവന്ന് ഈ KSRTC ഇടിച്ച് കണ്ട. അതിന്റെ പുറകെ കാരൻസിന്റെ പുറകെ കൊണ്ടുവന്ന് തട്ട്. ഇനി ഇതിന്റെ പുറകിൽ ആരെങ്കിലും കൊണ്ടിടിച്ചാ ഇതാണല്ലേ ലൂപ്പ്. അതിന്റെ ഇടയ്ക്കും കൂടെ പ്രൈവറ്റ് ബസ് കൊണ്ടുവന്ന് ഇടയ്ക്കും കൂടെ കയറ്റി മൊത്തത്തിൽ ബ്ലോക്കായി. ഒന്നും പറയണ്ട. കുറെ കൊള്ളാം. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയോ. ഓക്കെ, ഞാൻ ലാസ്റ്റ് എപ്പോൾ ലൈവ് വന്നത്, ലാസ്റ്റ് 1 മാസം മുന്നേ ലൈവ് വന്നിട്ട് നേരെ ഞാൻ വീട്ടിൽ പോകുന്നിട്ട് പോയത് ഓർമ്മയുണ്ടാവും. പോയി സ്വന്തം ഫാമിലി മുന്നിൽ ഡോറടച്ചിട്ട് എൻ്റെ മുഖത്തിൻ്റെ മുന്നിൽ ഡോറടക്കിയത്. പിന്നെ എന്തിനാടാ ഈ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എന്ത് ഫെയിം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും എന്താ കാര്യമാടാ. ഓക്കെടാ, ശരിടാ. മുടി ബുള്ളറ്റിനൊന്ന് ഫ്രണ്ട് ആടിയോ ഇപ്പൊ സ്റ്റീമില്? ഓ ബുള്ളറ്റിനൊന്ന് ഇങ്ങോട്ട്. ബുള്ളറ്റ് സ്റ്റീമില് നിന്റെ ഐഡി എന്തുവാടാ? സ്റ്റീമിലെ ഐഡി എന്താ? എനിക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് ഒന്നും അറിയാവോ? ഇൻകറക്റ്റ് CVV 3 വട്ടം ഞാൻ കറക്റ്റ് അടിച്ചിട്ട് ഇൻകറക്റ്റ് നീ തന്നെ വരുന്നു CVV. എനിക്ക് അറിഞ്ഞൂടാ. ഒരു മിനിറ്റ്. സ്ട്രീമില് എന്താ പറഞ്ഞേ? ഇത് എങ്ങനെയായിരുന്നു ആഡ് ചെയ്യുന്നേ? പേര് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സിൽ ആഡ് എ ഫ്രണ്ട്. 283 0904 0904. ഇല്ല അത് ഫ്രണ്ട് കോഡ്, അത് സീനില്ല. അത് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല ഞാൻ എന്റെ മറ്റേ പ്രൊഫൈൽ എടുക്കുന്നതുകൊണ്ട് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലടാ. മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സീനൊന്നും ഇല്ല. വന്നോ ഈഗിളിന്റെ കോഡാണ് അത്. 4032 അതാണ് സംഭവം. ഇല്ല ഞാൻ ഇതാക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്തതാ. അപ്പൊ തൊപ്പി മരിച്ച്. ഓക്കെ, ഇനി തൊപ്പിയില്ല. എന്തൊക്കെ ഇതാണേലും മുടി വെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. തൊപ്പി ഇതാണ് നിനക്ക് ചേരുന്നത്. കാരണം പഴയ നിന്റെ കണ്ടോണ്ടായിരിക്കും എനിക്ക് ഈ മുടിയാണ് ഇഷ്ടം. പിന്നെ നിനക്ക് നിന്റെ ഫാമിലിയാണ് വലുതെന്ന് ഇപ്പം മൊമെന്റിൽ തോന്നുന്നുണ്ടെങ്കിൽ റൈറ്റ് ഡിസിഷൻ തൊപ്പി. ഗോ ഫോർ ഇറ്റ്. നമുക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ അടിക്കും. സത്യമായിട്ട് ചില സമയത്ത് ഓരോന്നൊക്കെ നമുക്ക് ഒരേ കാര്യം തന്നെ കുറെ നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മടുപ്പ് വരില്ലേ? എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും, വരാറുണ്ട്. When Odi praised and mocked the competitors at the same time.
കണ്ട ബെൻസും ഇതെല്ലാം എല്ലാം BMW. ഇൻ വൺ കാർന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഒരെണ്ണത്തിനകത്ത് വരുന്നത്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഒഫീഷ്യൽ ആഡുകളാണോ? ഒഫീഷ്യൽ ആഡ്സിൽ വേറെ ബ്രാൻഡ് ലോഗോയെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ലല്ലോ ആക്ച്വലി. ഇതൊക്കെ ഒഫീഷ്യൽ ആഡുകളായിരിക്കും, ഇതൊക്കെ ഫാൻ മെയ്ഡും അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കുമല്ലേ? ഒഫീഷ്യൽ ആഡ്സിനകത്ത് ഒരിക്കലും വേറൊരു ബ്രാൻഡിന്റെ ലോഗോ കാണിക്കാൻ പാടില്ലെന്നല്ലേ? അങ്ങനല്ലേ ഇപ്പൊ റൂൾ? അങ്ങനല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. വേറൊരു ബ്രാൻഡിനെ നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീറ്ററിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇല്ല, പറ്റൂല. പേരെന്താണ്? നിന്റെ പേരെന്തായിരുന്നു? രഘുൽ വി. രഘുൽ വി. റിയൽ ലൈഫ് ഗെയിം. Get it how you live it. 10 toes in when we standing on business. I'm a big stepper. Underground methods. Dog now. Spend more time outside, they said. Get the most, not the little. അവിടെയും പോയി ഗെയിം കളിക്കുന്നു, മനസ്സിലായ? Straight terror. Find out your errors. Pushing. ഇവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കും പറഞ്ഞത് കുറച്ച് സമയം വെളിയിൽ സ്പെൻഡ് ചെയ്യാൻ. അവൻ എന്ത് ചെയ്ത് ഗെയിം കളിക്കുന്ന സാധനം എല്ലാം കൂടെ എടുത്ത് വെയിലത്തിരുന്ന് അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. Cut your baby, got that partner you can measure. Trendsetter, the one who get the weather. Swerving while I bump it. അത് അങ്ങനെ ഒരുത്തൻ സാധനം കൊള്ള ഐഡിയ. എടാ ഇത് തോന്നുന്നത് ഇത് കണ്ട്, ഇത് മറ്റേ കോയില അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടോ? അത് വണ്ടി പോകുന്ന വഴി അത് വലിച്ചുകൊണ്ടായിരിക്കും പോണം, അതിനകത്തൂടെ ആയിരിക്കും അതിന്റെ കണക്ഷൻസ്. ബാക്കി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഹീമാൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. അണ്ണാ സയൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇത് നമ്മൾ കണ്ടതാടാ. ഏറ്റവും കൂടുതൽ IMDb റേറ്റിംഗ് ഉള്ള മലയാള പടം അറിയില്ലല്ലോ. IMDbയില് ടോപ്പ് 10 മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള 7 എണ്ണം മോഡലായിരുന്നു. ടോപ്പ് 10 ഏതൊക്കെയാണ്? കിരീടം, നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ദൃശ്യം, സ്ഫടികം, ചിത്രം. ഇത് ഇത്രയും മസ്റ്റ് വാച്ച് സിനിമകളാണ് കേട്ടാ. കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം കേട്ടാ. എടാ ഈ പറഞ്ഞ 7 പടം കാണാത്തവർ ഇവിടെ ഉണ്ടാവുമോ? എനിക്ക് തോന്നണില്ലടാ. ഉണ്ടാവുമോ? ഈ പറഞ്ഞ 7 പടം കാണാത്ത ആൾക്കാരുണ്ടാവുമോ ഇവിടെ ഈ ചാറ്റില്? കിരീടം, നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ദൃശ്യം, സ്ഫടികം, ചിത്രം. ഇത് കാണാത്തവരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഉണ്ടാവുമെന്ന്. രഘുല് കണ്ടിട്ടില്ല. രഘുല് കണ്ടിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാ. കിരീടം കണ്ടിട്ടുണ്ടോടാ? നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, ദേവാസുരം, ദൃശ്യം, കണ്ടിട്ടുണ്ട്. സ്ഫടികം, ചിത്രം. 2 മൂവി കണ്ടിട്ടുണ്ട്. ചിത്രം അറിയുന്നില്ല, കറക്റ്റായിട്ട് മറന്നുപോയി. ചിത്രം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോടാ. അയ്യോ, എന്നെ അമ്മാവെന്നോ തന്ത വൈബെന്നോ തന്ത അഷ്ടി വൈബെന്നോ എന്ത് വേണേ വിളിച്ചോ. ചിത്രമൊക്കെ എന്ന് പറഞ്ഞാ അളിയാ, ഞാൻ ഇപ്പൊ കണ്ടാലും ആ പടം കണ്ടാലും ഞാൻ കരയും. ചിത്രം കണ്ട ഞാൻ ഉറപ്പ് പറയാം. ചിത്രം തുടക്കം തൊട്ട് ഇപ്പൊ അവസാനം വരെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ കിക്ക് സമ്മതിച്ചാൽ ഞാൻ ചിത്രം ഇവിടെ ഇരുന്ന് കാണും. ഞാൻ സ്ഫടികം കണ്ടിട്ടില്ല. കരയുന്ന മൂവിയൊക്കെ കളിയാ കുറച്ച് സീനാണ്. സ്ഫടികം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞവനെ നീ എന്റെ ലൈവും കാണണ്ട. എന്നെ ഇവിടുന്ന് ഇറക്കും. ഇപ്പൊ ഈ അലച്ചതിന്റെ എന്നെ ഇവിടുന്ന് ഇറക്കും. അറബി കണ്ടവരല്ലേ? ഭയങ്കര സീരിയസ്. ഏതാ സിംഗല്ലേ?
നമ്മൾ നേരത്തെ കണ്ടവാ. This game is banned in 8 countries. അളിയാ മറ്റേ ഗെയിം നമ്മള് കളിച്ച ഗെയിമാണോ ഈകളാ ഇത്? ഈ കുണ്ണേര് ഞാനിരുന്ന് കളിച്ചത്. ഇതാണ് ഇതന്നെ അളിയാ, ഇതന്നെ നമ്മള് കളിച്ചത്. അല്ലെ സൗണ്ട് സൗണ്ടാണ് പേടിപ്പിക്കുന്നേ. അയ്യ മാറ്റണോടാ എനിക്ക് അയ്യ മാറ്റണം, അല്ലാതെ എന്റെ ചെവി അടിച്ചു പോടാ. എന്റെ ഈ അയ്യ മാറ്റണം. എനിക്ക് തോന്നുന്നു ഇതിന്റെ തുടക്കത്തെ വർഷമാണ് നമ്മള് അറ്റാക്ക് വന്ന്. സത്യം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. വാട്ടർ വെൻഡർ ആ സ്ട്രീമറിന്റെ ഫേസ് ഉണ്ട് അളിയ. ഇത് ഞാൻ പറയട്ടെ, കാണുന്നവർക്ക് ലൈക്ക് ലൈവായിട്ട് കാണുന്നവർക്ക് ചിലപ്പോ ആ ഒരു ഫീല് കിട്ടത്തില്ല. നമ്മുടെ ഈ കൺട്രോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഭയങ്കര ശ്രദ്ധിച്ചിരിക്കും. ഈ ജംസ്കെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഐഎം ഉള്ളവർക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും നമ്മളെ. അത് ഭയങ്കര സീനാ. ചിലപ്പോ ആണെന്നൊരു ആക്ട് ചെയ്യണായിരിക്കും നമ്മള്, പക്ഷെ അല്ലത് അത് ഭയങ്കര സീനാ. അത് എനിക്ക് പറ്റില്ല ഇത് കളിച്ചു തീർക്കാൻ, എനിക്ക് പേടിയായി. മൈക്ക് പിടിച്ച് കരയുന്ന വേണ്ട പുല്ല് കാണണ്ട, എനിക്ക് പേടിയാവണം. ChatGPT മലയാളം version. When ChatGPT is another drunken Mallu uncle. For this conversation, you will talk to me in Malayalam as humanly as possible, and you will be a drunk person. Now start talking. സുഹൃത്തെ, എന്താ ദാനായി ഓടി നടക്കുന്നുണ്ടോ? എനിക്ക് ചിലപ്പോഴെല്ലാം തോന്നും ജീവിതമൊന്നും മണ്ടത്തരം തന്നെയാ. എന്നാൽ എല്ലാം ശരിയാക്കുന്നല്ലേ. പിന്നെ താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ ഡ്രങ്ക് ആവാൻ പറ്റി? ഒരു ചെറിയ കൗതുകം അത്ര തന്നെ. അതെ, അത് തന്നെയാ. ചിലപ്പോഴൊക്കെ കുറച്ച് കൂടിയാലോ എന്താ എന്നൊരു തോന്നല്. പക്ഷേ ഒരുപാട് പേരും പറയാറുണ്ടല്ലോ ചിലപ്പോഴൊക്കെ അതും വേണം എന്ന്. എന്ത് വേണമെന്ന്? നീ വേദനിപ്പിക്കരുതേ, ഞാനൊരു മെഷീനല്ലേ, തോന്നി മറുപടി പറയുന്നത്. നീ ഫിറ്റാണോ? ശരിക്കും ChatGPT വെള്ളം അടിച്ചതുപോലെ അഭിനയിക്കടാ. ആ മര്യാദ വെച്ച് ഞാൻ സത്യമായിട്ടും ഫീൽ ചെയ്യാനാവില്ല. പിന്നെ എന്തെല്ലാം ഉള്ളു മുസാറി. ഇത് iPhone 6 ആണോ? ഇത് 7s. അതെ, ഇത് ഫേക്ക് ആണോ അതോ ChatGPT മലയാളം വരുവോ? ലാംഗ്വേജ് ഉണ്ടോ ChatGPT? ഇത് കഞ്ചാവാണ്, സത്യം കൺഫേം കഞ്ചാവ്. അത് വെള്ളം അടിച്ചതൊന്നുമല്ല. 7+ ആണ് അത്. 7+ ഫീമെയിൽ വെർഷൻ ഉണ്ടോന്ന്. പാവോടാ, അവന്റെ പേരെന്തോ നോക്കട്ടെ. HT1901. ഒരു പെണ്ണിനോട് ChatGPT-ലെങ്കിലും സംസാരിക്കാം. ഫീമെയിൽ വോയിസ് ചോദിച്ചു നോക്കടാ, ചിലപ്പോ തരുവടാ. പാവോടാ. Palmer, Bellingham, Saka, Tony, Trent, pressure? What pressure? Pressure is for players. It's a different generation. They don't feel it. How confident were they? They had the belief. എറിയാനും അടിക്കാനും വർത്താനും എല്ലാം പിള്ളേരുണ്ട്. This dubbed songs give more romantic vibe. സത്യമല്ലേ? പഴയ ഡബ്ബിടൊക്കെ കുറച്ച് അടിപൊളിയാണല്ലോ. ഇപ്പോഴത്തെ ഡബ്ബാ സഹിക്കാൻ വയ്യാത്തത്. ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നിട്ട് ഇപ്പോഴത്തെ ഡബ്ബാണ് സഹിക്കാൻ പറ്റാത്തത്. പഴയ ഡബ്ബ് ഇതിലും നല്ലതാണ്.
നിന്നെ പൊന്നേ എന്നു വിളിച്ചൊരു നൂറുമ്മ നീ അകന്നു പോയാൽ വൃഥായി ജന്മം. നല്ല പാട്ടല്ലേ രഘുലേ അത്? സൂപ്പർ. പിടിക്കാൻ പറ്റില്ല. അത് നിക്കണില്ലടാ, അത് ഫോണ്. ഉണ്ടാവില്ലേ അതില്? ഏ അതിൽ ആക്സിലേറ്റർ ഉണ്ടാവില്ലേ? അത് മറ്റേ എടാ നവനീത് ബിജു, നീ ഇത് എത്രാമത്തെ വട്ടം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നേ? ഒരു വട്ടം കണ്ടു, ഒരു വട്ടം സ്കിപ്പ് അടിച്ചു, പിന്നെ ഒരു വട്ടം ഞാൻ മൈൻഡ് ചെയ്തില്ല, പിന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കണ അവന്റെ. അറിയാ ഇതൊന്ന് മേളിലുള്ളത് ഇതൊന്ന് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നല്ലേ. നിങ്ങൾ ഈ കാണുന്നതാണ് സൗത്ത് കൊറിയയിലെ ഒരു ആവറേജ് പോലീസ് ഓഫീസറുടെ ബോഡി. ഇവർ ഇത്രയും ഫിറ്റ് ആയിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇവർക്കറിയാം നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ബോഡി മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കുറഞ്ഞ ഒരു രാജ്യമായി സൗത്ത് കൊറിയ മാറിയത്. സൂപ്പർ ആയിട്ടിരിക്കുന്നളിയാ അല്ലേ? ഇവിടെ ഉള്ള പോലീസ് അവിടെ ഉള്ള പോലീസെ കമ്പയർ നോക്കി, ഇവിടെ ഉള്ള പോലീസ് നിന്ന ഫാമിലി ബാക്ക്. ഇവിടുത്തെ പോലീസുകാരിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്, വളരെ. ഗേൾസ് അല്ലല്ലേ എന്നോ? അതാണ് ഇവിടെ 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 ഒരുത്തൻ ഫ്രണ്ടിൽ ഈ പ്രിവ്യൂ കണ്ടപ്പോ ബാക്കിലോട്ടെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചാണ് ഇത് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞത് കേട്ടാ. ആര്? നീ. റിയലിസ്റ്റിക് CS2 പോയി എന്റെ അളിയ, ഇത് റിയലിസ്റ്റിക് ആണ്? ഇത് ഫീൽ ചെയ്യാനാണോ ഉള്ള പീസ് തല്ലി പൊട്ടിക്കാന്? ബുദ്ധിയുള്ള ആരും ചെയ്യും ഇതൊക്കെ? ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാ ബ്രോ. വാട്ട്? ഓ, ലെഫ്റ്റ് ഹാൻഡ് കാണുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ. ലെഫ്റ്റ് ഹാൻഡിലെ എയിം വേറെ. എടാ പോടാ അവിടുന്ന്. ഓരോരുത്തരുടെ എടാ വെറും തോന്നല രഘുലെ, വെറും തോന്നല. ഞാൻ ഒരു കാര്യം പറയാം നിന്റെ അടുത്ത്. ചില ആൾക്കാരുടെ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ആവണം, അവർക്ക് ഇത് ഭയങ്കര നോർമലൈസ്ഡ് ആയിരിക്കും. എനിക്ക് ഈ സാധനം കാണുമ്പോൾ ഭയങ്കര വിയേർഡ് ആയിട്ടാ തോന്നണം സത്യം പറഞ്ഞാൽ. അത് എല്ലാവർക്കും. അല്ലാതെ ലെഫ്റ്റ് ഇട്ടാ എയിം കൂടും എന്നൊക്കെ പറഞ്ഞാൽ വെറും മണ്ടത്തരാ. അത് ഓരോരുത്തർക്ക് ഓരോ. ഇതിനകത്ത് മറ്റേ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാ? പല കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് വരാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്, കംഫർട്ടബിൾ സോൺ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ആംഗിൾ. അല്ലാതെ ലെഫ്റ്റ് ആംഗിൾ എയിം കൂടുതലൊന്നുമില്ല. നിനക്ക് എയിം ഉണ്ടെങ്കിൽ നിനക്ക് ഇതാ നിന്റെ ലെഫ്റ്റ് ഇട്ടാലും റൈറ്റ് ഇട്ടാലും കൊള്ളും. അല്ലാതെ ലെഫ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് എയിം ആക്യുറസി കൂടുമെന്ന് പറയണത് വെറും മണ്ടത്തരമാണ് സത്യം പറയാതെ. അത് പിങ് ഡിലേ ആണടാ, പിങ് ഡിലേ ആണ്. അത് പിങ്, അത് അവന്റെ ഡിലേ പിങ് എന്തോ ആണ്. അത് അടിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അതാ പറഞ്ഞത്. ആനിമേഷൻ ഡിലേ ആണ്. അത് ആനിമേഷൻ ഡിലേ ആണത്. ആനിമേഷൻ വന്നതിന്റെ ഡിലേ ആണ്. അണ്ണു ലെഫ്റ്റ് ഹാൻഡ്. ജോക്കി കളിക്കും, ലെഫ്റ്റ് ഹാൻഡ് കളിക്കും ജോക്കി. കംപ്ലീറ്റ് ആണ്. ഇഫ് യു സ്റ്റോപ്ഡ് പ്ലേയിങ് RDR at chapter 1, consider yourself an op. എടാ നീ ഇന്നലെ എന്നെ സിൽക്കിനെ പിടിക്കാൻ ഓർമ്മിപ്പിച്ചോ? ഞാൻ പറഞ്ഞല്ല. ഇല്ല 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 ഇല്ല. കാലത്ത് 6 മണിക്ക്. 6 മണിക്കോ? നീ ഒന്ന് പ്രോമിസ് ചെയ്ത് പറഞ്ഞേ കേക്കട്ടെ, എന്നെ ഓർമ്മിപ്പിച്ചോന്ന്. ചുമ്മാളിയ കണ്ട കള്ള. നൈഫ് കില്ലാണ് അതെന്നോ? നൈഫ് കില്ല അതെങ്ങനെ? തിരിച്ചിട്. നൈഫ് കില്ലോ? ഒരു മിനിറ്റ്. ജെറ്റ് ചത്ത് കിടക്കുന്നു. ജെറ്റ് ചത്ത് കിടക്കുന്നു. അറിയാതെ കുത്തി അളിയാ, മനസ്സിലായ? എടാ ഡാഷ് ചെയ്ത് വന്ന ജെറ്റ് ചത്തുപോയതാ. അത് തന്നെ അളിയാ, ഒരു വാടി കിടക്കുന്നു കണ്ട.
അത് ഞാൻ ഇപ്പഴേ ശ്രദ്ധിക്കണ കേട്ടാ. ഇല്ല എനിക്കൊരു ഡൗട്ട് ഈകളെ, ഈ ആ അനിമേഷനിലാണോ ചത്ത, ഇല്ലെങ്കിൽ അവൻ കുത്തിയതാണോ? ഒരിക്കൽ നോക്ക് ബാക്കില്. ആ ആനിമേഷനിൽ എങ്ങനെ ചാവണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അത് നോക്കിക്കോണേ. നോക്കട്ടെ. ആ കുത്തി 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 റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോ അവൻ ചത്തുപോയി. എടാ ഞാൻ ഇത് തുടങ്ങാം. എടാ ഞാൻ തുടങ്ങാൻ പോണേ കേട്ടോ. നാളെ തൊട്ട് RDR അറിയാക്കൂലേ? ഓ ശരി ശരി. RDR തുടങ്ങാൻ പോണേ. നാളെ മിനിമം 3 മണിക്കൂർ RDR. നാളെ തൊട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ ഇട്ടാലോ? 3 മണിക്കൂർ മതി. 3 മണിക്കൂർ RDR. ഇതിന് തെറ്റിച്ച നീ ഊമ്പൻ, നീ രഘുല്. നാളെ തൊട്ട് നമ്മൾ തുടങ്ങുക. നാളെ തൊട്ട് തുടങ്ങുക. ഇന്ന് സിൽക്കിനെ ഞാൻ പിടിച്ച് വെച്ചിരിക്കും, ഉറപ്പാണ്. നാളെ തൊട്ട് തുടങ്ങുക. ഇനി ഒരു മാറ്റം ഉണ്ടാവൂല എന്നുള്ളത് പ്രോമിസ്. RP തുടങ്ങി. RP കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യണത്. അത് അങ്ങനെ. अन्ना और पुदिये माउस इरंगिट्टुंड। ये माउस ज्यादा वर्क लोड पड़ने पर अपनी जगह से दौड़ कर चला जाता है। तो इस माउस को सैमसंग ने बनाया है और ये माउस उनके लिए बनाया गया जो घंटों तक गेमिंग या ऑफिस का वर्क करते रहते हैं, जो कि हमारी हेल्थ के लिए अच्छा नहीं है। तो इसी के सॉल्यूशन के लिए सैमसंग ने ये माउस बनाया है। इस माउस में एक टाइमर होता है जिसके पूरे होते ही ये माउस आपके पास से चला जाएगा, जिससे आप कुछ देर के लिए ब्रेक ले सकते हो और थोड़ी देर के बाद ये माउस वापस आपके पास आ जाएगा। वैसे इस माउस का डिजाइन काफी ज्यादा यूनिक है एंड इसमें बहुत सारे एडवांस फीचर्स भी दिए गए हैं। गाइस फिलहाल के लिए तो अभी ये एक कॉन्सेप्ट माउस है। तो आपका इस माउस के बारे में क्या कहना है? Let me know in the comment section and follow me for more AI and tech content. ये माउस അളിയാ എനിക്കെങ്ങും വേണ്ട. നല്ല കീടിലൻ മൗസ് ഉണ്ട് എന്റെ. കീടിലൻ ഇത് കണ്ടോ? ഇതിന്റെ അത്ര വരുമോ? പൊക്കി കാണിക്കണ്ട. ഓ ഇത് മറ്റേ മൗസ് അളിയാ. സെക്സി ആനാനോ I am the king of the skies. Really? Release the eagle. Release the what? eagle. എന്തുവാ? അതാണ് കറക്റ്റ്. അങ്ങനെ വിളിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ സ്കൂൾ കുട്ടികൾ അടിമാലിയിൽ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ ബീഡി വലിക്കാൻ തോന്നി. ഒഴിഞ്ഞയിടം തപ്പിയെത്തിയത് അടിമാലി എക്സൈസ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ഓഫീസിൽ. ലഹരിക്കടത്ത് കേസിൽ പിടിച്ചിട്ട വാഹനങ്ങൾ കണ്ടപ്പോൾ വർക്ക്ഷോപ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. സത്യം ഇത് കണ്ട ഒരു വർക്ക്ഷോപ്പാന്നല്ലേ പറയുള്ളൂ. കെട്ടിടത്തിന്റെ പിന്നിലൂടെ ഓഫീസിൽ കയറിയ കുട്ടികൾ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ച ശേഷമാണ് ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? ഒരു കഞ്ചാവ് എത്തിക്കാലോ ചേട്ടാ. തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരെ കാണുന്നത്. ഇതോടെ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് 5 ഗ്രാം കഞ്ചാവും 1 ഗ്രാം ഹാഷിഷ് ഓയിലും. ഈ ബുദ്ധിയില്ലാത്തവരൊക്കെ പിടിക്കണം. കക്ക അറിയില്ല, നിക്കറിയത്തില്ല, കക്ക നിക്കരുത്. ഇവരൊക്കെ ഇവർക്ക് ബുദ്ധി ഇല്ലട ഇവരൊക്കെ. വലിച്ചിട്ട് പോയി കാണും. മനസ്സിലായ? വലിച്ചിട്ട് പോയി കാണും. കഞ്ചാവ് വലിക്കുന്നതിനുള്ള പേപ്പറും ബീഡികളും കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്നു. 17 വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കെതിരെ കേസെടുത്തെങ്കിലും ജാമ്യം നൽകി. 17 വയസ്സാ? 17 അടിച്ച് ഇവനെയൊക്കെ ഉണ്ടല്ലോ അങ്ങ് തിരിച്ചു കേട്ടി. 17 വയസ്സിൽ കഞ്ചാവ് വലിക്കാൻ പന്ന കഴിവറാ മോനെ. രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു. എടാ നാണം ഉണ്ടോടാ നിന്റെയൊക്കെ? അച്ഛനും അമ്മ പോലീസുകാരുടെ മുമ്പിൽ വന്ന് കുനിഞ്ഞു നിന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവര് തലയും കുനിച്ച് അവര് നിക്കേണ്ട വന്ന അവസ്ഥ നീക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്ര ആലോചിച്ചാൽ മതി. ഈ വയസ്സിലൊന്നും ഈ പ്രായത്തിലോ കഴപ്പൊന്നും മറ്റേ വല്ല സിഗരറ്റ് അടിച്ച് വെള്ളം അടിച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞതല്ലോ കഞ്ചാവ് അടിച്ചു കേട്ടൊന്നും ഇതാക്കണേ. അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിക്കും. ചില്ലറ കഴപ്പൊന്നുമല്ല പാട്ടിക്കഴിവറികളൊക്കെ. അവനെ പിടിച്ചവിടെ കെട്ടിയിടണമായിരുന്നു അവനെ. അതൊക്കെ ഡിസേർവ്ഡ് ആണ്. അതൊക്കെ വെൽ ഡിസേർവ്ഡ് ആണ് അതൊക്കെ. അണ്ണാ സിമ്പിൾ ഡ്രോയിങ്. ഹി ഈസ് ദ റിയൽ ആർട്ടിസ്റ്റ്. നമ്മള് 10 ദിവസം ഇരുന്ന് ഇങ്ങനെ വരച്ചാ വരുമോ ഇതുപോലെ? ഉറപ്പായിട്ട് കുനിഞ്ഞു വരച്ചാൽ വരില്ലല്ലേ? എന്താടാ അണ്ടർറേറ്റഡ് ആർട്ടിസ്റ്റ് ഫ്രം തമിഴ്നാട് SVDP സോങ് BLVK. ഇതെന്താ സംഭവം?
മനസ്സിലായില്ല. ഇജാദി സിംഗ് അല്ലേ അവൻ സായിബായി പറഞ്ഞേ കുണ്ടച്ചി എവറിത്തിങ് ഗോൺ ഓൾ റൈറ്റ് ബ്രോ. സ്റ്റിൽ ലൈഫ് ആകുമ്പോ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. നിനക്ക് എത്ര നാളിപ്പോ ഒരു ലൈക്ക് നിനക്ക് നീ ആയിട്ട് കയറി ഒന്നും എല്ലാം സെറ്റായി. ഇപ്പൊ കുറച്ചുകൾ ചിലപ്പോ എന്തെങ്കിലും ഡൗൺ ഉണ്ടാവും. എല്ലാം ശരിയാവും, ഉടനെ തന്നെ സെറ്റ് ആവും. ചില്ലായിട്ടിരിക്കും. നമുക്ക് ജീവിതം പരിപൂർണമായി ആഘോഷിക്കും. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കും, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കും, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കും. ഇപ്പൊ പറഞ്ഞോളൂ നമ്മള് കറക്റ്റ് സമയത്തിൽ ആലേട്ടം വന്നു അല്ലേ. സന്തോഷങ്ങൾ ആഘോഷിക്കൂ, വിഷമങ്ങൾ ആഘോഷിക്കൂ, എല്ലാം ആഘോഷിക്കൂ. അത്രേ ഉള്ളൂ. വിളിച്ച് സംസാരിക്കും. ഞാൻ വിളിച്ചായിരുന്നു ബ്രോ, അവൻ എടുത്തില്ല ഇന്നലെ. ഞാൻ വിളിച്ചായിരുന്നു. മേ ബി ചിലപ്പോ മൈൻഡ് ഫക്ക് ആയിട്ട് ഇരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഏതാ ടൈമിങ് സത്യമല്ലേ. ഇത് സായിപ്പ തന്നെ തെളിവ് പറ. തെളിവ് നിനക്ക് തന്നെ ഉള്ള സായിപ്പ. ഇത് സായിപ്പ തെളിവ് നിനക്ക് തന്നെ ഉള്ള. എനിക്ക് 20 കേടിയില്ല സായിപ്പ. അത്ര വേറെ ഒരുത്തന് 20 കേടിയില്ല. ഏത് അങ്ങ് സുഖിച്ചേട്ടാലേ സുഖിച്ച അതൊക്കെ സുഖിച്ച. അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ച ഞാനാ 20 കേടി അയടച്ചിട്ട്. അണ്ണാ നോട്ട് ചെയ്ത് വെച്ച ഫ്യൂച്ചറിൽ യൂസ് ആകും. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. ഈ 3 ബിയേർഡ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുക. സൈക്കിൾ പോകുമ്പോൾ സൈക്കിളിന്റെ കൂടെ സൈക്കിൾ സ്റ്റാൻഡും പോകും. ബൈക്ക് പോകുമ്പോൾ ബൈക്കിന്റെ കൂടെ ബൈക്ക് സ്റ്റാൻഡും പോകും. പക്ഷെ ബസ് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ കാണും. രഘുലേ ഞാൻ ചിരിച്ചാളേ. എന്തൊക്കെ ചന്തു എനിക്ക് എന്തോ പറ്റിയ ഒരു അവിഞ്ഞ കോവടി അടിച്ചോ. സൂപ്പർ കോമഡി ആയിരുന്നു. Why are you sitting down? Pani chayada mayre. Pani chayada mayre. Pani chayada mayre. ഒരു കോള് വരുന്നു എനിക്ക്. അറബിന്റെ അടുത്ത് അതല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ടേ മറ്റേ കഴിവറാമ വീസിലിരിപ്പുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അത് പറയാൻ വേണ്ടിട്ട് നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു പെട്ടെന്ന്. നീ അങ്ങോട്ട് ചെല്ലാം, നീ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാം. പുള്ളി വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അടുത്തൊക്കെയാണ്, മനസ്സിലായ?
It's a nasty blow. And all the other England bowlers. എടാ, വാ, ഈ മുടി നോക്കടാ എന്റെ അമ്മോ. ഞാനത് എനിക്കത് എന്താ പറയാ, ഇത് രണ്ടാമത് ധോണി മുടി വളർത്തിയിട്ട് എനിക്ക് ഈ ഫീല് കിട്ടിയിട്ടില്ല. ഇത് കൊണ്ടാ ആ ഹെൽമെറ്റ് അകത്തോടെ ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കണേ എന്റെ അമ്മോ. അതൊരു വേറെ ലുക്കായിരുന്നു അത്. Gentle error of taking his eye off the ball a bit, trusting the bounce, and that has hit him. രാഹുൽ ദ്രാവിഡയുടെ വൻമതിലായിരുന്നു, വൻമതിൽ. ഒരു സൈഡിലങ്ങ് നിന്നോളുമായിരുന്നു. എനിക്ക് രാഹുൽ ദ്രാവിഡ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു ടെസ്റ്റ് പ്ലെയറിനെ തോന്നിയിട്ടുള്ളത് പുജാരയാ. ഇവർ രണ്ടുപേരും അല്ലാതെ എനിക്ക് എന്നുവെച്ചാൽ ഒരു സൈഡിൽ നിന്നോളൂ, ഒരിടത്തങ്ങ് നിന്നോളൂ, ഒരു പ്രശ്നവും ഇല്ല. ഒരു ദിവസം 1000 ഓവർ വേണേലും അങ്ങ് കളിക്കും. അതാണ് പുള്ളിയുടെ ലക്ഷ്മൺ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു, VVS ലക്ഷ്മണിന്റെ കാര്യം പറഞ്ഞല്ല. രാഹുൽ ദ്രാവിഡ് ഇവരുടെയൊക്കെ ടൈം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ അങ്ങനെ ഡിഫെൻസീവ് ആയിട്ട് ഏറ്റവും കിടിലുമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ എനിക്ക് തോന്നിയത് പുജാര മാത്രമാണ്. വേറെ ആരും എനിക്ക് തോന്നിയിട്ടില്ല. അണ്ണാ സുമതി അമ്മ വിഷയം സാധനം കേട്ടാ. ഇത് മറ്റേ ബ്രോ, ഞാനൊരു കാര്യം ക്ലിയർ കട്ടായിട്ട് പറയാണ്. വേറെ കുണ്ണുകളുടെ ഒന്നും വീഡിയോ ഒന്നും പറഞ്ഞ് പേരൊന്നും ഇവിടെ കൊണ്ടൊന്നും മെൻഷൻ ചെയ്ത് ഇടരുത്. ഇവർക്ക് എല്ലാവർക്കും ഒരു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഒരു കാര്യം ഇതെനിക്ക് പറയണമെന്ന് തോന്നിയതാണ്, ഞാനപ്പോൾ പറയാതിരുന്നതാ. ഈ ഇഷ്യൂ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി ഇതാക്കി വെച്ചിട്ട് പോലും എൻ്റെ അച്ഛൻ്റെ പേരെടുത്തിട്ട് പല കാര്യങ്ങളിലും ക്യാരക്ടറിൻ്റെ നെയിം ഇടുക, പട്ടിയുടെ പേരിടുക, അതിടുക, ഇതിടുക, പട്ടിയുടെ പേര് എൻ്റെ അച്ഛൻ്റെ പേരാക്കിയിട്ട് വീഡിയോ പ്രസൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ്. ഇതിന് നമ്മൾ റിപ്ലൈ പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് പൊട്ടും. ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ കുറേ ദിവസമായിട്ട്. ഞാനിത് വേണ്ടാന്ന് വീണ്ടും വെക്കുക. ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുക. ഇതിന് നമ്മൾ എപ്പോഴേലും റിയാക്ട് ചെയ്ത് തുടങ്ങിയാൽ പറയും കഞ്ഞി മുട്ടിച്ച് അണ്ടി മുട്ടിച്ചെന്ന് പറഞ്ഞ് വീണ്ടും വരും. എനിക്കിത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടണേ. പ്ലീസ് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളും കൂടെ അത് ചെയ്യരുത്. ഈ ഡിസ്കോഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടിടരുത് പ്ലീസ്. എനിക്കത് കേൾക്കുന്നതിനോട് ഇത് ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതാ, വീണ്ടും ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. പിന്നെ Not doing anything. I am holding V. ഓ മറ്റേ ഈ വ്യൂ കളിയാ. സിനിമാറ്റിക്. സിനിമാറ്റിക് വ്യൂ. Oh, now it does it. That's not really fast travel. അള്ളേടാ കടിച്ച് വറച്ചാ. എന്താ സംഭവം? വി പ്രസ് ചെയ്ത് പോയി കൊണ്ടിരുന്നപ്പോ വട്ടി കടിച്ച്. ചാവൂലേ വെടിവെച്ച? എങ്ങനെയാണ്? Oh yeah, you got me fucking killed. ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. വി അടിച്ചു പോയാലും അറ്റാക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളതായിരിക്കുമോ? ബ്രോ ഏജ് അയ്യോ അതെനിക്കറിയാം. പുള്ളിയുടെ വേറെ കുറെ ക്ലിപ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് നേരത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ അതെനിക്കറിയാം, അധികം കളിക്കാറുണ്ട്. പുള്ളി വേറെ ഗെയിംസ് കളിക്കാറുണ്ട്. പുള്ളി ഭ്രാന്തനാണ് കുറച്ച്. വേലയെല്ലാം കളിക്കാറുണ്ട്.
അണ്ണ ഞങ്ങളുടെ ഡാൻസ് ആണ്, എങ്ങനെയുണ്ട്? ഇതൊക്കെ കോളേജ് പരിപാടിയുടെ സ്റ്റേജ് ആണല്ലേ ഇപ്പൊ ഇങ്ങനൊക്കെ. നമ്മുടെയൊക്കെ സമയത്ത് ഒരു ഫ്ലെക്സും കോളേജ് പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ഫെസ്റ്റ് ഒന്നും ഇല്ല, മറ്റേ ജസ്റ്റ് ഒരു ടാർപ്പ് വലിച്ചിട്ട് ഒരു ഫ്ലെക്സ്, 2 സ്പീക്കർ സിസ്റ്റം. നിങ്ങളൊക്കെ കൊള്ളാം. തന്തോയോ സത്യം നമ്മളെ വയസ്സായി എന്ത് ചെയ്യാൻ പറ്റും? കൽപ്പന പെരുമ്പറ മുഴങ്ങട്ടെങ്ങും. ഇത് എബിൻ ബാബ്സിന്റെ വണ്ടിയുടെ മറ്റേ ഇതല്ലായിരുന്നോ? ഞാൻ ഈ ആദ്യമായിട്ട് ഈ ഹോൺ കേൾക്കണത് പുള്ളിയുടെ വണ്ടിയില്ല. സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. ഇത് വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അതിനകത്ത് കണ്ടിട്ടുള്ള ബാബ്സിന്റെ വണ്ടിയില്. എബിൻ ബാബ്സിനെ അറിയോടാ? ഇല്ലല്ലേ. നിസോണ ഇല്ലല്ല, സോണിയ. He's my friend. Here is his Instagram photo. पूछे ये तो कि तुझमें मैं क्या देखता हूँ, जब चारों तरफ आज कितने ही सारे नजारे हैं, जाने न तू खुद को यू ना जाने क्यों नजरों से मेरे यहाँ देखो न खुद. എന്തികളെ സോമൻസ് ഇവൻ തന്നെയാണ് RDRന്റെ വീഡിയോ ഇവിടെ കൊണ്ടിട്ടത്. ഓക്കെ സൂപ്പർ അല്ലേ. നമുക്ക് ഒരെണ്ണോടെ കണ്ടിട്ട് നേരെ ഇതിലോട്ട് പോവാം. Gamers scene. I'm sure some of your audience will be video gamers. I'm a huge video gamer myself. Did you know when we're in Ukraine, who are the most effective drone operators for the Ukrainian armed forces? Same guys who play Call of Duty. They're best video gamers. Same skill set. And by the way, this isn't a hypothetical. There's full-on media reports about gamers sitting in little bunkers, taking out drone mission after drone mission after drone mission, taking out actual targets. ചുമ്മാണോ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ IQ ബ്രോ, ഫാസ്റ്റിംഗ്. എടാ അതെന്ന് പറഞ്ഞാൽ PC ഓൺ ആക്കിയിട്ട് വാലറന്റ് മാത്രം കളിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടല്ല പറയണേ. ബാക്കി ചുറ്റുമുള്ള ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു ബേസിക് വിവരം, ബോധം, എല്ലാത്തിനെ പറ്റിയുള്ള ഒരു ഇത് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല. അല്ലാതെ ഇവിടെ ഈ വിൻഡോസ് ബട്ടണിൽ നിൽക്കുന്നു, ഷട്ട് ഡൗൺ ചെയ്യുന്നു, ക്രോം ഓപ്പൺ ചെയ്യുന്നു, തുണ്ട് സെർച്ച് ചെയ്യുന്നു, കാണുന്നു, അണയ്ക്കുന്നു, എന്നിട്ട് വാലോറന്റ് ഓപ്പൺ ചെയ്യുന്നു, കളിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അവരെ പറ്റിയല്ല പറയുന്നത്. അവരെ പറ്റിയല്ല പറയുന്നത്. Me living peacefully without any വള്ളി. That one homie. എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ. എടി ഇത് കണ്ണാണോ അത് മുന്തിരിയാണോ പറിച്ച് തിന്നാൻ തോന്നടി. നിന്റെ കവിളിൽ ഞാനൊരു കടി കടിച്ചോട്ടെ. നിന്റെ ചുണ്ടിന് ഭയങ്കര മധുരമായിരിക്കും അല്ലേടി. നിന്നെ ഞാൻ കടിച്ചങ്ങ് തിന്നട്ടെ. ഫുഡ് കഴിക്കൂലേ? തുടക്കി ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ കണ്ണിനും ചുണ്ടിനൊക്കെ എന്തോരം ടേസ്റ്റ് ആയിരിക്കും. അളിയ സൈക്കോ അളിയ. What the fuck? അളിയ സൈക്കോ.
എടാ, ഞാനിപ്പോ എന്തിന് കണ്ടത് ഞാനിപ്പോ അളിയാ ആ പെണ്ണിന് അവൻ എന്ത് പറഞ്ഞ് വിളിച്ചു കാണും. സത്യമല്ലേ? ആ പെണ്ണ് വെയിറ്റ് ചെയ്തിരുന്നതാണ്, പിന്നീട് കത്തി വെച്ച് വെട്ടി. ഇവിടെ നോക്ക് ബ്രോ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. പാവോള കത്തോള. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. പാവോളെ. അയ്യോ.